എന്തിട്ട് പരിപാടി മക്കളെ? അങ്ങനെ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി സോനാമർഗിക്കുള്ള വഴി എത്തുന്ന നേരത്ത് കഴിഞ്ഞ് കത്തിക്കല് സൈക്കിളിൻ്റെ വീല വെൻ്റായി. നോക്കുമ്പോൾ ഞാനാച്ചൊരു ഗുദാമ്പിലൊരു കാട്ടുമുക്കില് നോക്കി അത് വെൻ്റായി. ഒരു രക്ഷയില്ല മക്കളെ, പെട്ടു. എന്തിനാ പണി കിട്ടിയത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് ശ്രീനഗറിൽ നിന്ന് എത്ര 80 കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് മൊത്തം സോനാമർഗിലേക്ക്. ഒരു 60 കിലോമീറ്ററൊക്കെ വന്നിട്ടുണ്ട്. 62 കിലോമീറ്റർ 18 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടുന്ന് സോനാമർഗിക്കുള്ളൂ. അങ്ങോട്ട് പോയി സൈക്കിളോട്ടല്ല പറഞ്ഞത്, ഇങ്ങോട്ടാണ് ശ്രീനഗറിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ശരിക്കും വിട്ടു, മനസ്സിലായ? അങ്ങനെ ഇവിടെ ചോദിച്ചു വന്നപ്പോൾ ഏറ്റവും അവസാനം ഹോട്ടലുകാരൻ പറഞ്ഞു ഇവിടെ ഒരു ഇതുണ്ട്, ചെറിയൊരു സെറ്റപ്പിലുണ്ട്, ആൾ ചെയ്തു തരുന്ന പറഞ്ഞു. അപ്പോൾ ഇന്ന് 8 മണിക്ക് തുറക്കത്തുള്ളൂ. ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ പോയിട്ട് ഇന്നലെ അടുത്ത റൂമാണ് നോക്കിയേ. ഇന്നലെ അവിടെ റൂം എടുക്കണമെന്ന് വിചാരിച്ചതാ. അവർ പിന്നെ എളുപ്പമല്ല, അവർ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാ ഇവിടെ ഒന്ന് റൂം എടുക്കേണ്ട, തൊട്ടപ്പുറത്ത് ചെറുതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. 2000 റൂം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പറഞ്ഞത്. അങ്ങനെ ഇവിടെ എത്തിയ വഴിക്ക് മഴ പെയ്തു, അതൊന്ന് റൂം എടുക്കാൻ കാരണം ഉണ്ടായി. പക്ഷേ പെടപ്പിനാട്ടാ സംഭവം. ഹോട്ടലില്ല പെടപ്പിൽ, അത് കണ്ണുണ്ടോ നേരെ ഫ്രണ്ടിൽ നോക്കിയൊന്ന് വ്യൂ കണ്ടില്ലേ? വ്യൂ എന്താന്ന് നോക്കി, ഇതാണ് പെടപ്പൻ. ഹോട്ടലില്ല, കഥയൊന്നുമില്ല, കോംപ്ലിമെൻ്ററി ആയിട്ട് വെള്ളമില്ല, സോപ്പില്ല. വെറുതെ ഒരു 3 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നെ മാത്രം അതില്ല. ഫ്രണ്ടിൽ കൂടെ കുറേ ഈ ലേക്ക് കാണാൻ രസമായിട്ടാ. ഇന്നലെ നമ്മൾ ആദ്യം കളർ നടന്നത്, ഇന്ന് കളർ കുറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ സൈക്കിൾ എടുത്തിട്ട് കൊണ്ടുപോകണം. ഇത് ആദ്യം ഒരു ഇടക്കണം, 8 മണിക്ക് ഷോപ്പ് തുറക്കുന്നു പറഞ്ഞേ. അയാളെ വേഗം വിളിച്ചു നോക്കണം. ഇത് ഇരിക്കുന്ന നോക്കി ചെക്കേ, എന്തിരിപ്പാലിരിപ്പണേ. ഇവരും ഉണ്ട് പിന്നെ കൂടെ. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഞങ്ങളെ സൈക്കിൾ ആദ്യം കൊണ്ടുപോയിട്ട് ആളെ വിളിച്ചു നോക്കാം. ആദ്യം നമ്പറുണ്ട്, വിളിച്ചിട്ട് റെഡിയാക്കാൻ. അല്ല, ഇത് റെഡിയാക്കി കിട്ടാൻ സുഖം. അപ്പോൾ ശരി. ഇവിടെയാണ് നല്ല റൂം എടുത്തിട്ട് നടന്നത്. പിള്ളേരെ കുട്ടുവിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോയി സൈക്കിളിൻ്റെ വീലെന്നല്ല ഊരിച്ചിട്ട് നടന്ന് അതെടുത്തിട്ട് നേരെ വണ്ടി മേറ്റിയിട്ട് കൊണ്ടുപോകണം. വണ്ടികൾ കാരണം സുഖമായില്ലോ, ഞാൻ പെട്ടെന്ന് ശരിക്കും ഈ ഗുദാമിൽ നിന്നല്ലാണ്ട് എങ്ങനെ പോകാനാ? ഇതിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു 16,000 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടുന്ന് ഒരു 400 കിലോമീറ്ററുള്ള ലഡാക്കിലേക്ക് അവിടെ വരെ എത്താണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ? അത് കാരണമാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വരുമ്പിട്ട് നിൽക്കണേ. ഇത്ര എത്തി നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ളത് നോക്കണ്ടേ. ഇപ്പോൾ 2 പണിയെന്ന് പറഞ്ഞാൽ ആദ്യം ഉരുൾപൊട്ടൽ കിട്ടി, പിന്നെ വെടിവെപ്പും കിട്ടി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന 3-ാമത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിൽ കയറാൻ പറ്റില്ല എന്നാ. അപ്പം അതിന് മുന്നേ വേറൊരു പണിയും കൂടി കിട്ടി. ഇപ്പോൾ കട്ട പോസ്റ്റായിട്ട് വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇന്നലെ ഇന്നത്തെ ദിവസം പോയി കിട്ടി. അങ്ങനെ അപ്പോൾ ഇതോടെ കൂടി 2-3 എന്നുള്ള പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നോക്കിയോട്ടെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ അപ്പോൾ അടുത്ത പരിപാടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് സോനാമർഗിൽ 18 കിലോമീറ്റർ ഉണ്ട്, അങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ അതെത്തിയിട്ട് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം കടക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇതിലൊക്കെ വന്നിട്ടുണ്ട്, വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മണാലിക്കുള്ള റോഡ് വരെ ഓപ്പൺ ആയെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നോക്കിയൊക്കെ എന്തായാലും അവിടെ എത്തി കഴിഞ്ഞാൽ കറക്റ്റ് വരെ അറിയാമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ചെക്കപ്പ് വരും. ഇവിടുന്ന് മെല്ലെ കഴിഞ്ഞിട്ട് സൈക്കിൾ കൊണ്ടൊരു 5-6 കിലോമീറ്റർ ആയിട്ടുണ്ട് അങ്ങോട്ട് പോകണം. ഒരുമാതിരി വൃത്തിയായിട്ടാണോ, അതാണ് പ്രശ്നം. അപ്പം ശരി. അങ്ങനെ സൈക്കിളിൻ്റെ ഒരു സാധനം കിട്ടി മക്കളെ. രക്ഷയില്ല, എന്തെന്നാ പറയുക. ഈ ഗുദാമിൽ വന്നിട്ട് സൈക്കിൾ റെഡിയാൻ കിട്ടി. തന്നെ വഴി സൈക്കിൾ ഷോപ്പല്ല, വെൽഡിങ് ഷോപ്പാണ്. വെൽഡിങ് കാര്യങ്ങൾ കട്ടിങ്ങൊക്കെ ഉള്ള പരിപാടിയില്ലേ, അതിൻ്റെ ഷോപ്പാണ്. പക്ഷേ ഇവിടെ ഇത് മാത്രമല്ല, 5 പിന്നെ ശ്രീനഗറിലേക്ക് പോകണമെന്ന്. സൈക്കിളിൻ്റെ കമ്പി പൊട്ടി കൊടുക്കണം. അപ്പോൾ അടുത്ത പണി ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ ഷോപ്പുള്ളൂ. അവിടെ കമ്പി ഉണ്ടാവും അറിയില്ല എന്ന് പറഞ്ഞത്. ശ്രീനഗറിലെ ഡെക്കാത്തണിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ സൈക്കിളിൻ്റെ പരിപാടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്. കിട്ടി പണി, നല്ല പണി. ഇനി 20-25 കിലോമീറ്റർ ബാക്കി പോകണം, അല്ലാന്ന് വീണ്ടും ശ്രീനഗറിലേക്ക് കൊണ്ടുവരും. നോക്കിയോട്ടെ. അങ്ങനെ സൈക്കിൾ റെഡിയാക്കിയതാ ഈ ആളുടെ കടയിൽ വന്നിട്ടാ. സോനാമർഗ് ലഡാക്ക്. साइकिल में बाइक भी नहीं, साइकिल पे साइकिल पर, लेकिन दोनों गाड़ी है. ഓക്കെ, താങ്ക് യു ഭയ്യ. ഓക്കെ, അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ റെഡിയാക്കി. ഇതാ കുട്ടൂനും പോസ്റ്റ്, എൻ്റെ ഇപ്പം പോസ്റ്റ് വാങ്ങാൻ വന്നതാണ് നാട്ടിൽ നിന്ന്. വന്നപ്പോൾ ഫുൾ പോസ്റ്റ് വാങ്ങിച്ചോണ്ടിരിക്കും പാവട്ടാ. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ടോ. റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുക. സാധനങ്ങളൊക്കെ ഞാൻ അടുത്തേക്ക് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്കുണ്ട്. മക്കളെ ഞാൻ പോവാട്ടാ. ഓക്കെ ശരി. അങ്ങനെ അവരെടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാനും മെല്ലെ ചവിട്ടറിഞ്ഞ് 18 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും ഇവിടുന്ന് അവിടേക്ക് എത്താനുള്ള പരിപാടി നോക്കാം. അവരും എല്ലാം വരല്ലോ. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈം ആയിട്ട്, പക്ഷെ അവർക്ക് പിന്നെ ധൃതിയൊന്നുമില്ല. ഞാൻ കുറച്ച് 18 കിലോമീറ്ററല്ലേ എല്ലാം സൈക്കിളോട്ടാൻ വിചാരിച്ചിട്ടാ. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് കണ്ട ഫുൾ സെറ്റാണ് കാര്യങ്ങൾ കണ്ടില്ലേ. അങ്ങനെ അപ്പോൾ
വ്യൂ ഒക്കെ കണ്ടിട്ട് നേരം മടങ്ങണം കേട്ടോ. ശരി മക്കളെ, അടുത്ത പരിപാടി പിടിക്കാം. ഓക്കെ ബൈ. ആ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ആള്. അങ്ങനെ മക്കളെ സോനാമാർഗിക്കുള്ള വഴിയെത്തി. ഇവിടുന്ന് 10-15 കിലോമീറ്ററിൽ കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഫുള്ള് കയറ്റാ, ഇനി വലിയ കയറ്റാ. ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും സോനാമാർഗ് എത്തിയിട്ട് ഇനി ബാക്കി നോക്കാം. വലിയ കയറ്റാകുന്നുണ്ട്. എങ്ങനെയായാലും ഇപ്പോൾ സമയം എത്രയെന്നറിയോ? എത്രയെന്നറിയുമ്പോൾ ഫോൺ തിരിച്ചിട്ടുള്ളതിൽ 12 മണിയായി. ആ 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2 മണി നമ്മളേക്ക് എത്തുന്നുണ്ടാവും. പിന്നെ സോനാമാർഗിൽ പോയി സ്റ്റേ എടുത്തിട്ട് അവിടെ പോയി കാര്യങ്ങൾ ചോദിച്ചൊക്കെ പോകാൻ പറ്റില്ല എന്നുള്ളത്. കുറേ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വണ്ടി സോനാമാർഗിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സൈക്കിള്. ഈ റോട്ടിൽ വെള്ളം വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട്. എന്തായാലും അവിടെ തിരിഞ്ഞ് നോക്കി നോക്കാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. കാർഗിലേക്ക് എത്ര 138 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ സോനാമാർഗിൽ നിന്ന് അങ്ങോട്ടും പോകണം. എന്തായാലും ഇന്നിപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുക. എന്തായാലും ഇപ്പോൾ നേരം വൈകി. സൈക്കിളിന് പണി കിട്ടിയിട്ട് ആകെ സുണ്ണാമ്പായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം എന്തായാലും ഇവിടുന്ന് അടുത്ത പരിപാടി പിടിക്കുക. എന്തായാലും നോക്കട്ടെ. ഞാൻ എന്തായാലും ഇവിടുന്ന് കണ്ടോ വലിയ കയറ്റാ. ആ കയറ്റാണ്ട് കയറി പോകണം. അങ്ങനെ ഇവിടുന്ന് ചെന്നിട്ട് വെൽക്കം സെഡ് മോർ ടണൽ എന്ന് പറഞ്ഞൊരു ടണലുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന്. എന്താ സംഭവം എന്ന് അറിയില്ല. നോക്കി നോക്കാം. എന്തായാലും പോയി കഴിഞ്ഞാൽ അറിയാലോ. വ്യൂ ഒക്കെ നോക്കിയേ. ഒരു രക്ഷയില്ല വ്യൂ കണ്ടില്ലേ. ഹായ് ഹായ് ഹായ്. അങ്ങനെയാണ് പരിപാടി മക്കളെ. നമ്മളേ കയറ്റാണ്ട് ചവിട്ടി കയറാൻ നോക്കട്ടെ ആദ്യം. ഇവിടെ വന്നപ്പോളേ ഈ ടണലൊന്നല്ല, പക്ഷേ ഈ റോഡിൽ കൂടെ സൈക്കിൾ കടത്തി വിടില്ലാന്ന്. അങ്ങനെ നോക്കിയേ ഇവിടുന്ന് ഇങ്ങോട്ട് കടത്തി വിടില്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് കൂടെ അവിടെ നിന്ന് റോഡുണ്ട് കണ്ടോ. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ വഴി ഭയങ്കര മോശം റോഡാന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി വല്ലതും കിട്ടുമെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ നിങ്ങൾ പിടിക്കേണ്ടി വരും. മറ്റേ പോലെ വണ്ടി അവരെ സെറ്റാക്കി തരില്ലേ. ഞാൻ ചോദിച്ചു വണ്ടി അവർ സെറ്റാക്കി തരും സുഖമായിരുന്നു വിചാരിച്ചു. അങ്ങനെ അപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു ബൈക്കല്ല അവിടെ എന്ന് പറഞ്ഞു. ബൈക്കുമ്പോൾ ഹെൽമെറ്റ് ഉള്ളവർക്ക് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ട് പോകാൻ വേണ്ടി ചോദിച്ചു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ ആളോട് പറഞ്ഞു ബൈക്കുമേ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരുടെ വണ്ടിമേ കെട്ടി വലിച്ചിട്ട് കൊണ്ടുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. വേറെ പാകില്ല, അത് കാരണം പറഞ്ഞു. അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്, ബുക്കിംഗ് ആണ്. അത് കാരണം ഇപ്പോൾ തന്നെ നേരം വൈകി 10 മണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12 മണി ഞങ്ങളുടെ എത്തുമ്പോൾ 2 മണിയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ബൈക്കുമേ പിടിച്ചിട്ട് കെട്ടി വലിച്ചിട്ട് അങ്ങനെ പൊക്കോ നിർത്തായിരുന്നു പറഞ്ഞു ഒരിക്കലും. എന്നാൽ പിന്നെ അത് വേറെ പാകില്ല. ഇത് ടണലിന് എഴുതിയുള്ളേ. എന്നിട്ട് ആ ടണലിന് എഴുതിയില്ല, പക്ഷേ കടക്കണില്ലേ. അത് ടണലായിട്ട് തോന്നുന്നുണ്ട് ചേട്ടത്. ഫുള്ള് കണ്ട റോഡ് കണ്ടോ, മറ്റേ റോഡ് കണ്ടോ. ഹൈവേ ലിമിറ്റ് 5.5 എന്ന് പറഞ്ഞിട്ട് കാണിക്കണുള്ളത്. എന്താ സംഭവം എന്നറിയില്ല. ടണലാണെന്ന് വെച്ചാൽ ഓക്കെ, ടണലിൽ സാധാരണ കടത്തി വരും. അങ്ങനെ ഇനിയിപ്പോൾ അവർ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എത്തണ സമയം നോക്കിയിട്ട് അവരോട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഴപ്പമില്ല, അവിടെ ഒക്കെ ഉണ്ട്. വേറെ ഭാഗമില്ല. ഇനിയിപ്പോൾ അവർ വന്നിട്ട് അവരുടെ വണ്ടിയുമ്പോൾ കെട്ടി വലിക്കണം പറഞ്ഞാൽ സൈക്കിളൊക്കെ ഇങ്ങനെ കെട്ടി വലിക്കുക എളുപ്പത് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. മാതിരി കയറ്റമാണ്. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ തൽക്കാലം വരെ മുന്നിൽ നിന്നൊന്ന് മാറണവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പിന്നെ അവിടെ ചവിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. വേറെ ഭാഗമില്ല. ശരി മക്കളെ, പെട്ടു മക്കളെ. അതിന് മുകളിൽ കൂടെ കടത്തി വിട്ടില്ല. കെട്ടി വലിക്കാറുണ്ട് നടക്കണില്ല. ആദ്യം ആന്ന് പറഞ്ഞു. പിന്നെ അവർ കെട്ടി വലിക്കുന്ന രൂപ കണ്ടപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞു അവരോട് മുകളിൽ കൂടെ ഇട്ടോന്ന് പറഞ്ഞു. അവർ 6 കിലോമീറ്ററിന് ഉണ്ടാണല്ലേ അവർക്ക് ടണലിൽ കൂടെ പോകാൻ പൂതി. ഞാൻ പറഞ്ഞു നിങ്ങൾ വിട്ടോ, ഞാൻ അടി കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിതക്കിയ വേണ്ടല്ലേ, കയറ്റം ഉണ്ട് ഇറക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ മക്കളെ ചവിട്ടേട്ടാ. ഓക്കെ മൊത്തം കയറി വന്നാട്ടാ. നോക്കിയേ എന്ത് വലിയ കയറ്റാൻ നോക്കിട്ടാ. അതാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാണല്ലോ പോണേ. ഒരു കട എത്തി. അപ്പോൾ കട എത്തിയപ്പോൾ എന്തേലും വാങ്ങണ്ട, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു വരണം. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കടയിലത്തെ ഓണറുണ്ട്. ഓണർ തിരിഞ്ഞിരിക്കുക മുഖം കാണിക്കാന്നാണ് കേടാന്ന്. ശരി എന്ന് പറഞ്ഞു അവിടെ. അങ്ങനെ അയ്യോ വയ്യ ഗംഭീരമായിട്ടാ. മറ്റൊരപ്പുറത്ത് എത്തിയതുകൊണ്ട് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അറ്റത്തേക്ക് എത്തണമെന്ന് പറഞ്ഞേ. അങ്ങനെ ശരി അപ്പോൾ ഓക്കെ. അയ്യോ അവിടെ കാണാൻ അറ്റത്ത് കാണാൻ വീട്ടില്ല. അവിടെ നിന്ന് കയറിയോ എന്താ ടണലിതാ ആ കാണുന്നുണ്ടോ മുകളിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ ടണലിൽ കിടക്കുക. ഓ അയ്യോ മക്കളെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് മുകളിൽ കൂടെ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ ഒന്ന് അവസാനിക്കും. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്ക് എത്തും. ഓ എളുപ്പമില്ലാട്ടാ. എന്ത് കയറ്റാ. കെട്ടി വലിച്ച് പോകാൻ വിചാരിച്ചിട്ട് അത് നടന്നില്ല. ഇതാഞ്ചൊരുമായി വൃത്തിയാട്ട കാറ്റും. ഓ ഉച്ചനേരത്ത് കയറണോണ്ടേ ഞാൻ പറഞ്ഞ അവിടെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ റൂം എടുത്തോന്ന് പറഞ്ഞിട്ട് പോയിട്ട് റൂം നോക്കാന്ന് പറഞ്ഞേ. അപ്പോൾ റൂം എടുത്ത് സെറ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ട് അവരോട്. വെറുതെ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു പോസ്റ്റാ. ഏയ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഓ എന്ത് വലിയ കയറ്റെന്ന് പറയുക. ഓ പാടറങ്ങി നമ്മൾ അകലയിൽ നിന്ന് കണ്ട മഞ്ഞുമല വരെ കറക്റ്റ് അടിയിലെത്തി. കണ്ട ഇത്ര കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തി. കണ്ടില്ല കയറ്റം
നല്ല കയറ്റാണ് കേട്ടോ മക്കളെ. ഓ വെള്ളം കഴിയാറായി. ഇവിടെ തേങ്ങയും കാണാനില്ലേ, കാട്ടേ ഒന്നുമില്ല. ഓ വയ്യ പോവാൻ നോക്കട്ടെ. ഇപ്പോഴും 10 കിലോമീറ്റർ ആയിട്ടുള്ളൂ. നേരത്തെ 10.3 കിലോമീറ്റർ നടന്നതാ. 3 കൈ കയറിയിട്ടുള്ളൂ. ഓ വയ്യ മക്കളെ. സീന് അടുത്തത് പിടിക്കണം. കയറ്റപ്പെടാണോ കഴിയുക. ഐസ് കിട്ടിയ മക്കളെ, ഐസ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ ഐസ് മാത്രമല്ല ഇവിടെ. ഈ മല നോക്കി, ഈ മല വേറൊരു സ്ഥലത്ത് ഐസ് ഇല്ല. ഇതെന്താ എന്നെ കളിയാക്കണ പോലത്തെ ഒരു ഫീലായിട്ടാ. വെറുതെ ഒരുമാതിരി രൂപ പരിപാടിയില്ലേ. ഒരു തരി ഐസില്ല വേറെ. എന്നാലും ഐസ് ഉണ്ടാക്കാം. കഴിക്കാൻ പറ്റുകയാണോ? ഇത് കഴിക്കണ്ട. ചെളിയിലൊക്കെ ഇതായിക്കുന്നുണ്ട്. വെള്ളം കഴിഞ്ഞു. അങ്ങനെ ബെസ്റ്റ് നശിപ്പിച്ചു. തുറന്നു പോരാ. വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടെന്ന് നമ്മളെ പിള്ളേർ റൂമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. നോക്കട്ടെ എന്തായാലും. എന്തിട്ട് ആംബിയൻസ് നോക്കി റെഡിയാണ്. അവ ആന്ന് വിളിക്കുന്നുണ്ട്. വന്നിട്ടേ എന്തേലും കഴിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടാ, ഇതാണ് കട. സോനാമാർഗം തൊട്ടടുത്ത് തന്നെയാ. ബോർഡ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താ. അപ്പോൾ ഇവിടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചാ. നോക്കി നോക്ക് കട. ഇതാണ് നമ്മുടെ കട. हाय भाई, नाम क्या है? हेलो, अमित नाम. मेरा नाम രജിത്ത്. കേരള से आएगा. ओके. ആ ഇവിടുത്തെ ഫുഡ് കഴിച്ചു. നല്ല ഫുഡൊക്കെ കേട്ടാ. അങ്ങനെ ആള് ഫുഡ്, ഞാൻ സൈക്കിളിൽ വരുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഫുഡ് സ്പോൺസർ ചെയ്യുക ചെയ്തു. അങ്ങനെ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും. അങ്ങനെ അപ്പം ശരി കേട്ടോ. മറ്റേ ആദ്യം വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ സോനാമാർഗ് എത്തിയിട്ടോ. കുറച്ച് നേരം എത്തിയിട്ട് എൻ്റെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ റൂം ഇങ്ങനെ ഇതിലെടുത്താ. ഈ പോട്ടുണ്ടല്ലോ, എന്താ പറയുക, ഞാൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയെന്ന് പറയും. മലയാളിയിൽ നമ്മൾ തുപ്പ് വരുന്നുണ്ട്. എന്താ ചെയ്യാല്ലേ. അങ്ങനെ നമ്മുടെ റൂം ഇതാട്ടാ. ഇതിൽ മോളത്തെ എവിടെയുണ്ടാണ്. തൻ്റെ ആൾ നിൽക്കണു. ബാബാജി തൊഴുതാ. ഇയാൾ മരിച്ചിട്ടൊന്നുമില്ല ചേട്ടാ. നേരത്തെ ഇന്റർവ്യൂ എടുത്തിടുന്നു. നീ തമാശ കളിക്കില്ലേ. മറ്റേ സിനിമയിലുണ്ടല്ലേ മുത്തു മെമ്മോറിയൽ. ഞാൻ മരിച്ച എനിക്ക് കാണാൻ പറ്റിയ അങ്ങനെ അവിടെ നോക്കി ഓറഞ്ച് കളർ ആയിട്ട് മറ്റേ സാധനം. ഇവിടുത്തെ മല ഉണ്ടോ മുകളിലത്തെ കളറൊക്കെ മാറി തുടങ്ങിയാണ്ടില്ലേ. നല്ല സൈൻഡ്. അങ്ങനെ ഞങ്ങളുടെ റൂം മുകളിലാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോകണതാണ്. അപ്പോൾ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല തണോട്ടോ അവിടെ. അങ്ങനെ രാത്രി മക്കളെ അങ്ങനൊന്നും പറയണ്ട. ഇന്ന് ഫുഡ് ഉണ്ടാക്കല് മാഗി മാത്രം ഉണ്ടാക്കി വെച്ചുള്ളൂ. വേറെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. വൈകിയ ഇപ്പോൾ റൂം കാണിച്ചാൽ ഇവിടെ -1 ഇപ്പോൾ. രക്ഷയില്ല. ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ എളുപ്പമല്ല. ആദ്യ ശീല ചേട്ടാ. റൂമിൻ്റെ വഴിയണ്ട. നല്ല പെടപ്പ റൂമാ. അവരൊക്കെ കിടന്നുണ്ടെന്നുണ്ട്. എല്ലാവരും കിടന്നു. മലയാള സിനിമ കണ്ട പോയി. ശരി കേട്ടോ മക്കളെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്ന് ഉറങ്ങാൻ പോവാ.